everyone. Welcome to the latest episode of Speak Now. Speak Now, let's learn and unlearn English. എന്തുകൊണ്ട് വിശേഷം? സ്കൂളൊക്കെ അടച്ച് എല്ലാവരും നാട്ടിലേക്ക് പോയോ അതോ ഇവിടെ തന്നെ ഉണ്ടോ? അമ്മമാരൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല, കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കുട്ടികളെ ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, പിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയം ഉണ്ടാവും അല്ലേ? ഫ്രീ ടൈമൊക്കെ എന്തോ ചെയ്യാം എല്ലാവരും. പ്രോഗ്രാമൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ കാണാൻ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് സ്പീക്ക് നൗവിൻ്റെ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കാം. സ്പോട്ട് ദ എറേഴ്സ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഞാനൊരു സെന്റൻസ് കാണിക്കും, കുറച്ച് സെന്റൻസുകൾ ഇവിടെ കാണിക്കും. ആ സെന്റൻസുകളിൽ എന്താണ് മിസ്റ്റേക്ക് ഉള്ളതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെന്റൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് സെന്റൻസ്: ഐ എം നോട്ട് ഷുവർ വെദർ ടു വിസിറ്റ് മൈ ഫ്രണ്ട് ടുമോറോ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓഫ് ദ വെദർ. സെന്റൻസ് ഒന്നും കൂടെ വായിച്ചു നോക്കൂ, അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കൂ. ഐ എം നോട്ട് ഷുവർ വെദർ ടു വിസിറ്റ് മൈ ഫ്രണ്ട് ടുമോറോ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓഫ് ദ വെദർ. അവിടെ ആ ഡിപ്പെൻഡ്സ് ഓഫ് അല്ല, ഡിപ്പെൻഡ്സ് ഓൺ ആണ് അല്ലേ? അവിടെ ഡിപ്പെൻഡ്സ് ഓഫ് എന്ന് പറയുമ്പോൾ തെറ്റാണ്, പകരം ഡിപ്പെൻഡ്സ് ഓൺ എന്നാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തൊരു വാക്ക്, അടുത്തൊരു സെന്റൻസ്: ഷീ ബോറോഡ് മീ എ പെൻ. ഷീ ബോറോഡ് മീ എ പെൻ. കുട്ടികൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഷീ ലെൻറ്റ് മീ എ പെൻ എന്നാണ് പറയുന്നത്. ബോറോഡ് എന്ന് പറയുമ്പം അർത്ഥം മാറുകയാണ്. ലെൻറ്റ് മീ എ പെൻ എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രയോഗം. ഇനി മറ്റൊരു സെന്റൻസ്: ഐ ഹാവ് ലോസ്റ്റ് മൈ ബസ്. എന്താണ് ഐ ഹാവ് ലോസ്റ്റ് മൈ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തോ ആണ് അല്ലേ? എനിക്ക് എൻ്റെ ബസ് നഷ്ടപ്പെട്ടു എന്നൊക്കെയുള്ള വേറെ രീതിയിലുള്ള അർത്ഥങ്ങളൊക്കെ പോകും. പകരം എനിക്ക് എൻ്റെ ബസ് മിസ്സായി എന്ന്, അല്ലെങ്കിൽ ബസ് കിട്ടിയില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് ഐ മിസ്ഡ് മൈ ബസ് എന്നാണ്. ഐ മിസ്ഡ് മൈ ബസ്, ഐ ഹാവ് ലോസ്റ്റ് മൈ ബസ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇനി മറ്റൊരു സെന്റൻസ്: ഐ ഹോപ്പ് യു വിൽ കം ഇൻ ന്യൂയോർക്ക്. ഐ ഹോപ്പ് യു വിൽ കം ഇൻ ന്യൂയോർക്ക്. നമുക്ക് പലപ്പോഴും ആൾക്കാർ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്ലേസ് ഒക്കെ വരുമ്പം ഇൻ അറ്റൊക്കെ യൂസ് ചെയ്യാൻ പറയാറുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ആ ഒരു ശീലം വെച്ചിട്ട് നമ്മൾ പലപ്പോഴും ഇൻ എന്നൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഇവിടെ ഇൻ എന്ന് പറയുമ്പോൾ തെറ്റാണ്, പകരം ടു എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഉത്തരം എങ്ങനെയാണെന്ന് നോക്കാം. ഐ ഹോപ്പ് യു വിൽ കം ടു ന്യൂയോർക്ക് എന്നാണ്. ടു ന്യൂയോർക്ക് എന്നാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ. അവിടെ പ്രപ്പോസിഷൻ ഇൻ അല്ല. ഇനി മറ്റൊരു സെന്റൻസ്: ദ പ്രൈസ് ഓഫ് ലിവിങ് ഇസ് വെരി ഹൈ ഇൻ ലണ്ടൻ. ദ പ്രൈസ് ഓഫ് ലിവിങ് ഇസ് വെരി ഹൈ ഇൻ ലണ്ടൻ അല്ലേ? ജീവിത ചെലവ് വളരെ കൂടുതലാണ് ലണ്ടനിൽ എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ അപ്പം ഉപയോഗിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ലിവിങ് എന്നാണ്, പ്രൈസ് ഓഫ് ലിവിങ് എന്നല്ല. ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഇസ് വെരി ഹൈ ഇൻ ലണ്ടൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആവും. ഇനി മറ്റൊരു സെന്റൻസ്: ഐ ഡിഡ് എ ഫോൺ കോൾ ടു ഹെർ. ഐ ഡിഡ് എ ഫോൺ കോൾ ടു ഹെർ. എങ്ങനെ? അതിൽ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കൂ. ഐ മെയ്ഡ് എ ഫോൺ കോൾ എന്നാണ് പറയുന്നത്, ഐ ഡിഡ് എ ഫോൺ കോൾ എന്നല്ല. പലപ്പോഴും ആളുകൾ ഇത് യൂസ് ചെയ്യാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ എഴുതുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത്, കറക്റ്റ് എന്ന് വെച്ചാൽ മെയ്ഡ് എന്ന് ഉപയോഗിക്കുമ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത്. ഇനി മറ്റൊന്ന്: ഹി ഗേവ് ആൻ എക്സാം ഇൻ സ്പൈറ്റ് ഓഫ് ബീങ് ഇൽ. ഹി ഗേവ് ആൻ എക്സാം ഇൻ സ്പൈറ്റ് ഓഫ് ബീങ് ഇൽ. എന്താണ് ഗേവ് ആൻ എക്സാം എന്ന് പറയുന്നതിന് പകരം ഹി ടുക്ക് ആൻ എക്സാം ഇൻ സ്പൈറ്റ് ഓഫ്. അസുഖമായിരുന്നിട്ട് കൂടെ അവനൊരു പരീക്ഷ എഴുതി എന്നാണ് അതിൻ്റെ അർത്ഥം. ഹി ടുക്ക് ആൻ എക്സാം ഇൻ സ്പൈറ്റ് ഓഫ് ബീങ് ഇൽ. ഇനി ലാസ്റ്റ് സെന്റൻസ് നോക്കാം. വി മെയ്ഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ. ഈ മെയ്ഡ് എ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? അത് വളരെ തെറ്റിപ്പോയില്ലേ? ഉണ്ടാക്കി എന്നൊക്കെയാണ് മെയ്ഡ് എന്ന് പറയും, മെയ്ഡ് എ മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ? അത് വളരെ തെറ്റായ പ്രയോഗമാണ്. പകരം നമുക്ക് അവിടെ പറയാൻ പറ്റുന്നത് വി ഹാഡ് എ മീറ്റിംഗ് എന്നാണ്. വി ഹാഡ് എ മീറ്റിംഗ് യെസ്റ്റർഡേ. ഇന്നലെ ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം സ്പോട്ട് ദ എറേഴ്സ് കഴിയാണ്. അപ്പം ഈ ഒരു പ്രയോഗങ്ങൾ കൃത്യമായി ഓർമ്മ വയ്ക്കുക, അടുത്ത തവണ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മളങ്ങനെ നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഹൗ ടു സേ എന്ന സെഗ്മെന്റ് ആണിത്. ഈ സെഗ്മെന്റിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മലയാളത്തിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകളും അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ സെന്റൻസ് അല്ലെങ്കിൽ വാക്ക് എന്താണെന്ന് നോക്കാം. ഒന്നിടവിട്ട് നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ് അല്ലേ? ഒന്നരാടൻ അല്ലെങ്കിൽ ഒന്നിടവിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഒന്നരാടൻ അല്ലെങ്കിൽ ഒന്നിടവിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉത്തരം കിട്ടുന്നുണ്ടോ? എവ്രി അതർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേ അർത്ഥം തന്നെയാണ് കിട്ടുക. ഒന്നിടവിട്ട് അല്ലെങ്കിൽ ഒന്നരാടൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമാണ് എവ്രി അതർ ഡേ. എവ്രി അതർ ഡേ അല്ലേ? ഐ ചെക്ക് മൈ മെയിൽ ബോക്സ് എവ്രി അതർ ഡേ. ഞാൻ ഒന്നരാടൻ ദിവസങ്ങളിൽ എൻ്റെ മെയിൽ ബോക്സ് ചെക്ക് ചെയ്യാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം.
ഇനി മറ്റൊന്ന് 2 ആഴ്ച കൂടുമ്പോൾ. അതെങ്ങനെയാ പറയാ? 2 ആഴ്ച കൂടുമ്പോൾ. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ പാർലറിൽ പോവാറുണ്ട്, 2 ആഴ്ച കൂടുമ്പം ബിരിയാണി ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പം ഞാൻ അബുദാബിയിൽ പോവാറുണ്ട് അല്ലേ? അങ്ങനെ അതെങ്ങനെയാ പറയാ? 2 ആഴ്ച കൂടുമ്പോൾ എന്ന് എങ്ങനെയാ പറയാ? ഫോർട്ട് നൈറ്റ്. 2 ആഴ്ച കൂടുമ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫോർട്ട് നൈറ്റ് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച എന്ന്. വി ഈറ്റ് ഔട്ട് എവ്രി ഫോർട്ട് നൈറ്റ്. 2 ആഴ്ച കൂടുമ്പോൾ എപ്പോഴും ഞങ്ങൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറുണ്ട് എന്ന് പറയാം. വി ഈറ്റ് ഔട്ട് എവ്രി ഫോർട്ട് നൈറ്റ്. ഇനി മറ്റൊന്ന്, ഒരാഴ്ചയിൽ 2 തവണ. അതെങ്ങനെയാ പറയാൻ പറ്റുക? ട്വൈസ് ഇൻ എ വീക്ക് എന്ന് പറയാം അല്ലേ? ട്വൈസ് ഇൻ എ വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ 2 തവണ. ഞങ്ങൾ ട്വൈസ് ഇൻ എ വീക്ക് വി ഈറ്റ് ഔട്ട്. വി ഈറ്റ് ഔട്ട് ട്വൈസ് ഇൻ എ വീക്ക് എന്ന് പറയാം. ഇനി മറ്റൊരു പ്രയോഗമാണ് മെനിഞ്ഞാന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഈ കഴിഞ്ഞ ദിവസത്തിൻ്റെ മുന്നേ ഉള്ള ദിവസം മെനിഞ്ഞാന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. ഇനി മറ്റൊന്ന് കഴിഞ്ഞ കാലം ഇല്ലേ? നമ്മൾ പണ്ട് എപ്പോഴും മുത്തശ്ശിമാരൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ കാലത്ത് അങ്ങനെയായിരുന്നു, ആ കാലത്ത് അങ്ങനെയായിരുന്നു, കാളവണ്ടി ഉണ്ടായിരുന്നു, മറ്റതുണ്ടായിരുന്നു, മറിച്ചുണ്ടായിരുന്നു എന്നൊക്കെ പറയും അല്ലേ? കഴിഞ്ഞ കാലം. അപ്പോൾ ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടേമാണ് എസ്റ്റർ ഇയർ. എസ്റ്റർ ഇയർ അല്ലെങ്കിൽ എസ്റ്റർ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഐ പ്ലേ മ്യൂസിക് ദ വേ ഇറ്റ് വാസ് പ്ലേഡ് ഇൻ എസ്റ്റർ ഇയർ. ഐ പ്ലേ മ്യൂസിക് ദ വേ ഇറ്റ് വാസ് പ്ലേഡ് ഇൻ എസ്റ്റർ ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് മ്യൂസിക് പ്ലേ ചെയ്തിരുന്നത് പോലെയാണ് ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നത് എന്ന്. നമ്മളങ്ങനെ ഈ എപ്പിസോഡിലെ 3ാമത്തെ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഹൗ ടു സേ എന്ന സെഗ്മെന്റ് തന്നെയാണിതും. അപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ ചില പ്രപ്പോസിഷൻസ് ചേർത്തിട്ടാണ് സംസാരിക്കാറുള്ളത്. അപ്പം ആ പ്രപ്പോസിഷൻസ് ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻസ് പലപ്പോഴും തെറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത്, പലപ്പോഴും ആൾക്കാർക്ക് അറിയില്ല. അങ്ങനെ നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ചില പ്രപ്പോസിഷൻസും കൂടെയാണ് നമ്മളോട് നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ വാക്കെന്താ? ആദ്യത്തെ അഡ്ജക്റ്റീവ് ആൻഡ് പ്രപ്പോസിഷൻ അത് ഒരുമിച്ചാണ് വരുന്നത്. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, അത് ഒരുമിച്ച് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ വാക്ക് നോക്കാം, ഇൻട്രസ്റ്റഡ് ഇൻ. ഇത് ഈ അഡ്ജക്റ്റീവും പ്രപ്പോസിഷനും ഒരുമിച്ച് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ്. ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ലേണിംഗ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ താല്പര്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ ഐ ഇൻട്രസ്റ്റഡ് ടു ലേൺ ഇംഗ്ലീഷ്, ടു ലേണിംഗ് ഇംഗ്ലീഷ് അങ്ങനെ ഒന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. പകരം അവിടെ ഇൻട്രസ്റ്റഡിൻ്റെ കൂടെ ഇൻ തന്നെ ഉപയോഗിച്ചാൽ മാത്രമേ അർത്ഥം കിട്ടുള്ളൂ. അപ്പോൾ ആ അഡ്ജക്റ്റീവിൻ്റെ കൂടെ വരുന്ന ഒരു പ്രപ്പോസിഷനാണത്. അത് ഒരുമിച്ചുള്ളൊരു പ്രയോഗം തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടുത്തത്, ഷീ ഈസ് ബ്രില്യൻ്റ് അറ്റ് മാത്സ്. ഷീ ഈസ് ബ്രില്യൻറ്റ്. ഈ പലപ്പോഴും ആൾക്കാർ തെറ്റിച്ച് പറയുന്ന ഒരു കാര്യമാണ് ബ്രില്യൻറ്റ് അറ്റ് അല്ലെങ്കിൽ ഷീ ഈസ് ഗുഡ് അറ്റ്. ഗുഡ് ഇൻ എന്നാണ് ആൾക്കാർ പലപ്പോഴും പറയാറുള്ളത്. മിക്കവാറും കേൾക്കാറുള്ളത് അങ്ങനെയാണ്. ഷീ ഈസ് ഗുഡ് ഇൻ ഇംഗ്ലീഷ്, ഗുഡ് ഇൻ മാത്തമാറ്റിക്സ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഗുഡ് അല്ലെങ്കിൽ ബ്രില്യൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അറ്റ് എന്നുള്ള പ്രയോഗമാണ്, പ്രപ്പോസിഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. ഷീ ഈസ് ബ്രില്യൻറ്റ് അറ്റ് മാത്ത്. ഇനി മറ്റൊരു സെൻറ്റൻസ്, ദേ വർ വറീഡ് ഓഫ് ദെയർ എക്സാം. ദേ വർ വറീഡ് ഓഫ് ദെയർ എക്സാം. അതിൻ്റെ ഉള്ള മിസ്റ്റേക്ക് എന്താണെന്ന് പറയാൻ പറ്റുമോ? വറീഡിൻ്റെ കൂടെ ഓഫ് എന്നല്ല ചേർക്കുക. വറീഡിൻ്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ അത് അബൌട്ട് ആണ്. സോ ദേ വർ വറീഡ് അബൌട്ട് ദെയർ എക്സാം. ദേ വർ വറീഡ് അബൌട്ട് ദെയർ എക്സാം എന്നാണ് പറയുക. ഇനി മറ്റൊന്ന്, ഐ ആം ഒബ്സസ്ഡ് ബൈ ഹിസ് ന്യൂ കാർ. ഐ ആം ഒബ്സസ്ഡ് ബൈ ഹിസ് ന്യൂ കാർ അല്ല, ഒബ്സസ്ഡ് വിത്ത് എന്നാണ്. ഒബ്സസ്ഡിൻ്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ എപ്പോഴും മിക്കവാറും സമയങ്ങളിൽ അത് വിത്ത് ആയിരിക്കും. ഇനി മറ്റൊന്ന്, ഷീ ഈസ് കേപ്പബിൾ വിത്ത് ടേക്കിംഗ് കെയർ ഓഫ് ഹെർസെൽഫ്. ഷീ ഈസ് കേപ്പബിൾ വിത്ത് ടേക്കിംഗ് കെയർ ഓഫ് ഹെർസെൽഫ് എന്ന് പറയുമ്പം അതിൻ്റെ ഉള്ളിൽ കേപ്പബിളിൻ്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ എപ്പോഴും ഓഫ് ആണ്, അത് കേപ്പബിൾ വിത്ത് അല്ല. ഷീ ഈസ് കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹെർസെൽഫ് എന്ന് പറയാം നമുക്ക്. സ്പോട്ട് ദ എറേഴ്സ് എന്ന ഈ സെഗ്മെൻറ്റ് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു. എസ്പെഷ്യലി ഇത് എക്സാം ഒക്കെ എഴുതുന്നവർക്ക് IELTS, OET, PT അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഉപകരിക്കുന്ന ഒരു സെഗ്മെൻ്റാണ് സ്പോട്ട് ദ എറേഴ്സ്. അത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് എക്സാമിനേഷൻസ് കാണാറുണ്ട്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ എപ്പിസോഡിലെ ലാസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് വരാം. അതായത് ഇതും ഹൗ ടു സേ എന്ന സെഗ്മെൻ്റാണ്. ഇതിനുള്ളിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കുന്നു, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് അല്ലേ. എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. പലപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നതും സംസാരിക്കാതെ മിണ്ടാതിരിക്കുന്നതും ഒക്കെ ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കണം എന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ്.
അപ്പം ഈ ഒരു സെഗ്മെന്റിൽ എങ്ങനെയാണ് ഒരു ചോദ്യം, സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം ആളുകളോട് എങ്ങനെ ചോദിക്കാം എന്നുള്ളൊരു ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ചെറിയ ചെറിയ ടിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ആദ്യത്തേത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് അല്ലേ. ചിലപ്പോൾ ചോദ്യത്തിന് ഒരു യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, മറ്റൊന്ന് വലിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതായത് വലിയൊരു ആൻസർ, ഒരു ലെങ്തി ആയിട്ടുള്ള ആൻസർ തരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, ഒന്ന് ഫസ്റ്റ് വൺ ഇസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ മറ്റൊന്ന് WH ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ യെസ് ഓർ നോ എന്ന് പറയുന്ന ആൻസർ കിട്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഫസ്റ്റ്, അതായത് നമ്മളൊരാളെ പുതുതായിട്ട് പരിചയപ്പെട്ടു, അപ്പോൾ അവരോട് നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണോ, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നെങ്ങനെ നമുക്ക് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം ഈ ഒരു ചോദ്യം? അത് യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും ഒരു ഉത്തരം പറയുന്നുണ്ടാവുക അല്ലേ. ആ യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും അതിൻ്റെ ഉത്തരം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റിൻ്റെ പേര് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം എങ്ങനെ ചോദിക്കാം? നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണോ, നിങ്ങൾക്ക് ജോലി ഉണ്ടോ എന്ന് ചോദിക്കാൻ നമുക്ക് ഈസ് ഷീ വർക്കിംഗ്, അല്ലെങ്കിൽ അവൾ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആർ യു വർക്കിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ജോലി എടുക്കുന്ന ആളാണോ, ജോലിക്ക് പോകുന്നുണ്ടോ, ജോലി ഉണ്ടോ എന്ന ചോദ്യമാണ്. ആർ യു വർക്കിംഗ്, അല്ലെങ്കിൽ അവൾക്ക് ജോലിയുണ്ടോ, അവൾ ജോലി ചെയ്യുന്ന ആളാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസ് ഷീ വർക്കിംഗ് എന്ന് ചോദിക്കാം. ഇനി മറ്റൊന്ന്, അവർ ഒരുമിച്ചാണോ നാട്ടിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആർ ദേ ട്രാവലിംഗ് ടുഗെദർ എന്ന് ചോദിക്കാം. ആർ ദേ ട്രാവലിംഗ് ടുഗെദർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരുമിച്ചാണോ നാട്ടിലേക്ക് പോകുന്നത് എന്നാണ്. നിങ്ങൾ ആ കോൺസേർട്ടിന് പോയിരുന്നോ, കോൺസേർട്ടിന് പോയിരുന്നോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം? പാസ്റ്റ് ടെൻസിലാണ്, കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡിഡ് എന്ന് ഉപയോഗിക്കാം. ഡിഡ് യു ഗോ ടു ദാറ്റ് കോൺസേർട്ട്, ഡിഡ് യു ഗോ ടു ദ കോൺസേർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ കോൺസേർട്ടിന് പോയിരുന്നോ. ഇനി മറ്റൊന്ന്, അവർ ഭക്ഷണം കഴിച്ചില്ലേ, ഇതുവരെ അവർ ഭക്ഷണം കഴിച്ചില്ലേ എന്നെങ്ങനെ ചോദിക്കാം? ഇത്ര ലേറ്റ് ആയില്ലേ, രാത്രി 12 മണിയാവാനായി, ഇതുവരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ അല്ലേ. അപ്പോൾ ആ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹാവ് ദേ ഈറ്റൻ യെറ്റ് എന്ന് ചോദിക്കാം. ഹാവ് ദേ ഈറ്റൻ യെറ്റ്. ഇതിനു മുമ്പ് നിങ്ങൾ റോമിൽ പോയിട്ടുണ്ടോ, എന്ന് ചോദിക്കാൻ ഹാഡ് ദേ വിസിറ്റഡ് റോം ബിഫോർ, എന്ന് ചോദിക്കാം. ഹാഡ് ദേ, അവിടെ പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് തന്നെ, കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് തന്നെ നമ്മളവിടെ ഹാഡ് എന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഹാഡ് ദേ വിസിറ്റഡ് റോം ബിഫോർ. പിന്നെ മറ്റൊന്ന്, നിങ്ങൾ പുകവലിക്കുമോ എന്നെങ്ങനെ ചോദിക്കാം? അല്ലെങ്കിൽ അവർ പുകവലിക്കുമോ എന്നെങ്ങനെ ചോദിക്കാം? ഡു യു സ്മോക്ക് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഡു ദേ സ്മോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുകവലിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എസ്, ഈസ്, ആം, ആർ, വാസ്, വെർ, അല്ലെങ്കിൽ ഹാസ്, ഹാവ്, ഹാഡ്, അല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ്, ഇതിനൊക്കെ ആദ്യമേ തന്നെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പലപ്പോഴും ബുദ്ധിമുട്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ നിന്നുള്ള ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ആളുകൾക്ക് തെറ്റിപ്പോകുന്നത്. നമ്മൾ മലയാളികൾ പലപ്പോഴും ചോദ്യം ചോദിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻറ്റും ക്വസ്റ്റ്യനും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാറില്ല. നമ്മളൊരു തല കൊണ്ടൊരു ആംഗ്യമോ അല്ലെങ്കിൽ കൈ കൊണ്ടൊരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടിട്ടാണ് ചോദിക്കുന്നത്. യു കമ്മിങ് ടു മാർക്കറ്റ്, യു ഗോയിങ് ടു മാർക്കറ്റ് എന്നൊക്കെ ചോദിക്കും അല്ലേ. അപ്പം ആർ യു ഗോയിങ് ടു ദ മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ചോദ്യം ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ചോദിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിലാണ്, യു ഗോയിങ് ടു മാർക്കറ്റ് എന്ന് ചോദിക്കും. ആ യുവിലായിരിക്കും അതായത് കറക്റ്റായിട്ട് മലയാളത്തിൽ നിന്ന് അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ തെറ്റ് വരുന്നത്. പകരം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഈ പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ്സിനെ, അതായത് ഞാൻ ഈ പറഞ്ഞ വാക്കുകളെല്ലാം അതെല്ലാം ഒന്നും കൂടെ കാണിക്കാം. ഡു, ഡസ്, ഡിഡ്, അല്ലെങ്കിൽ ഹാസ്, ഹാവ്, ഹാഡ്, ഈസ്, ആം, ആർ, വാസ്, വെർ, ഇതൊക്കെ ചേർത്തിട്ട് ആദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇനി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ രീതിയിൽ ചോദ്യം ചോദിക്കാൻ ശ്രമിക്കണം. ചോദ്യവും സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ ഡെഫിനറ്റ്ലി ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കും. അങ്ങനെ നമ്മൾ ഈ എപ്പിസോഡിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണ്, ആക്ടിവിറ്റി. കഴിഞ്ഞ ആഴ്ചത്തെ ആക്ടിവിറ്റി എന്താണെന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? വളരെ എളിമയും വിനയവും ഉള്ള ആൾക്കാരെ നമ്മൾ എന്താണ് പറയുന്നത്, അതായിരുന്നു ചോദ്യം. എളിമ, വിനയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചില ആളുകളെ കുറിച്ച്. വളരെ നല്ല മനുഷ്യനാണ്, വളരെ എളിമയുണ്ട്, ലാളിത്യമുണ്ട്, അല്ലെങ്കിൽ വിനയമുണ്ട് എന്നൊക്കെ പറയുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്തായിരുന്നു എന്നായിരുന്നു ചോദ്യം. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഡൗൺ ടു എർത്ത് എന്നാണ് നമ്മൾ അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയാറുള്ള ഇംഗ്ലീഷിൽ.
അപ്പം ഹീസ് എ വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ ഈസ് എ വെരി ഡൗൺ ടു എർത്ത് പേഴ്സൺ എന്ന് പറയാം. അപ്പം വളരെ എളിമയും എന്താ ലാളിത്യവും ഒക്കെയുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. സോ ഇനി നമുക്ക് ഈ എപ്പിസോഡിലെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. എല്ലാവരും ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പോൾ ചോദ്യം ഇതാണ്, കാംഗ്രൂവിൻ്റെ കുഞ്ഞിന് എന്താണ് പറയുന്നത്? ക്യാറ്റിൻ്റെ കുട്ടിക്ക് കിറ്റൻ എന്നാണ് പറയാറുള്ളത് അല്ലേ? ഡോഗിൻ്റെ കുട്ടിക്ക് പപ്പി എന്നാണ് പറയാറുള്ളത്. അങ്ങനെ ഓരോ മൃഗങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വ്യത്യസ്തമായ പേരുകളാണ് പറയാറുള്ളത്. അപ്പം അതിൻ്റെ ചോദ്യം ഇതാണ്, കാംഗ്രൂവിൻ്റെ കുട്ടിക്ക് എന്താണ് പറയുന്നത്? ചോദ്യം എല്ലാം പിടികിട്ടിയല്ലോ, ഉത്തരം വേഗം കണ്ടുപിടിക്കണം. അടുത്ത ദിവസം ഉത്തരവുമായി ഞാൻ വരും. സോ സ്റ്റേ ട്യൂൺഡ്, എൻജോയ് യുവർ ഹോളിഡേയ്സ്.